പലതരത്തിലുള്ള സൗഹൃദങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ തിരുവനന്തപുരം മ്യൂസിയം അങ്കണത്തിന് വ്യത്യസ്തമായൊരു സൗഹൃദത്തിന്റെ കഥ പറയാനുണ്ട്. മ്യൂസിയത്തിലെ അണ്ണാൻ കുഞ്ഞുങ്ങളും തോട്ടക്കാരനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ. തിരുവനന്തപുരത്ത് മുഹമ്മദ് ആഷിഖ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എൻ്റെ പേര് നിസാം. ഭിന്നശേഷിക്കാരൻ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇവിടത്തെ ഗാർഡനാണ്. നിസാമുദ്ദീൻ ഒരു സാധാരണ തോട്ടക്കാരനല്ല. തൻ്റെ അധികാരപരിധിയിൽ വരുന്ന തോട്ടത്തിലെ ഓരോ അന്തേവാസിയെയും നിസാമിന് നല്ല പരിചയമാണ്, പ്രത്യേകിച്ച് തോട്ടത്തിലെ അണ്ണാറക്കണ്ണന്മാരെ. നിസാം പേര് ചൊല്ലി വിളിക്കുമ്പോൾ മരച്ചില്ലകൾക്കിടയിൽ നിന്ന് അണ്ണാറക്കണ്ണന്മാർ ഓരോരുത്തരായി പതിയെ പുറത്തു വരും. സമയം കിട്ടുമ്പോൾ എൻ്റെ അണ്ണാൻ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഇത്തിരി കപ്പലണ്ടി വാരിയിട്ട് നോക്കും. കപ്പലണ്ടി കൊടുക്കുമ്പോൾ ഒരു 5 വരും, പിന്നെ 10 വരും, പിന്നെ അത് 15 ആവും, പിന്നെ അത് 20 ആവും, പിന്നെ അങ്ങനെ 25, 30, 40 ഉണ്ട് ഇവിടെ മൊത്തത്തിന്. അണ്ണാൻ കുഞ്ഞുങ്ങളും നിസാമും തമ്മിലുള്ള പരിചയത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഞാൻ 2023 ഫെബ്രുവരി 8 ഇവിടെ ജോലിക്ക് വന്ന് കയറി. അന്ന് മുതൽ കപ്പലണ്ടി കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ട് അവസാനം ഇവിടെ കസേരയിട്ട് അന്നിക്ക് കപ്പലണ്ടി എന്ന് പറഞ്ഞ് അങ്ങ് കയ്യും വെച്ച് താത്തും കൊണ്ടുവരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. അന്നാൻ വന്ന് ഒരു കടിച്ച് ബ്ലഡ് വന്ന് പിന്നെ അത് 5 ഇഞ്ചക്ഷൻ പോയിടത്ത്. പാർക്കിലെ സന്ദർശകർക്ക് നിസാമും അണ്ണാറക്കണ്ണന്മാരും തമ്മിലുള്ള സൗഹൃദം സുപരിചിതമാണ്. ആൾ വന്ന് വിളിക്കും, എന്നിട്ട് കുറേ പേര് പറയും. അപ്പോൾ ഇവരെല്ലാം പറന്ന് ഇവിടെ എത്തും. ഇവിടെ നിരന്നിരിക്കും എല്ലാം. എന്നിട്ട് ഇതാണ്ട് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇത് അവർക്ക് അണ്ണാനെ കുഞ്ഞിന് കുടിക്കാനുള്ള കപ്പ. ഹോള് കണ്ടോ? അതിൽ ജ്യൂസ്, വെള്ളം, നാരങ്ങ വെള്ളം, ചായ, ഓരോ ദിവസം ഓരോന്ന് ഒഴിച്ചത് അതെല്ലാം വന്ന് അത് ഇതിരുന്ന് കുടിക്കും. മൃഗങ്ങളെ പരിചരിക്കാൻ മൃഗഭാഷ പഠിച്ച ഡോക്ടർ ഡൂലിറ്റിലിനെ പോലെ കോലാനിക്കാരൻ നിസാമുദ്ദീന് അല്പാൽപമൊക്കെ അണ്ണാറക്കണ്ണന്മാരുടെ ഭാഷയും അറിയാം. സാദിഖ് പാറക്കലിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, തിരുവനന്തപുരം.